ഹായ്, നമ്മളിന്ന് പുതിയൊരു പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പോയമാണ്. പോയത്തിൻ്റെ പേര് ഹലോ ഐ ആം എ വീൽ ചെയർ ബൈ സാറ ഇസ്മായിൽ. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് എ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് യു ഹാവ് യൂസ്ഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക ഒബ്ജക്റ്റിനോട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടോ? ഹിയർ ഇസ് എ പോയം എബൌട്ട് സച്ച് എൻ ഇൻറ്റിമസി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനോട് നമുക്ക് മനുഷ്യരോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനോടും ചിലപ്പോഴൊക്കെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാം അല്ലേ? നിങ്ങൾ കളിക്കുന്ന എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ ഒരു പൂവിനോടോ ഒക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു അടുപ്പം, അതിനെക്കുറിച്ചാണ് ഈ പോയം ഡിസ്കസ് ചെയ്യുന്നത്. ഹലോ ഐ ആം എ വീൽ ചെയർ. ഹലോ ഐ ആം എ വീൽ ചെയർ ആൻഡ് മൈ നെയിം ഈസ് ബെക്കി. അറ്റ് ലീസ്റ്റ് ദാറ്റ്സ് ദ നെയിം ഓഫ് ദ ഗേൾ ഹൂ സ്റ്റിയേഴ്സ് മീ. ഒരു വീൽ ചെയർ നമ്മളോട് സംസാരിക്കുകയാണ്. ഹലോ ഐ ആം എ വീൽ ചെയർ, ഞാനൊരു വീൽ ചെയറാണ്. ആൻഡ് മൈ നെയിം ഈസ് ബെക്കി. At least that's the name of the girl who steers me. അപ്പോൾ എന്നെ നയിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് ബെക്കി. As she wheels me down the street, she dreams of standing on her feet. അപ്പോൾ എന്നെ നയിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. As she wheels me down the street, she dreams of standing on her feet. The look on her face you don't see. You are too busy looking at me. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ പെൺകുട്ടി എന്നെ തെരുവിലൂടെ കൊണ്ടുപോകുമ്പോൾ അവൾ സ്വപ്നം കാണാറുണ്ട്. എന്ത്? സ്വന്തം കാലിൽ നിൽക്കുന്നതായിട്ട് അവൾ സ്വപ്നം കാണാറുണ്ട്. The look on her face you don't see. You are too busy looking at me. അപ്പോൾ നിങ്ങൾ അവളുടെ മുഖം ശ്രദ്ധിക്കാറില്ല. നിങ്ങളപ്പോൾ എന്നെ നോക്കുന്ന തിരക്കിലായിരിക്കും. She gives you a smile so true, but you don't see that, do you? The smile on her face you don't see. You are too busy looking at me. She gives you a smile so true, but you don't see that, do you? അവൾ ചിലപ്പോൾ നിന്നെ നോക്കി ചിരിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നീ ശ്രദ്ധിക്കാറില്ല, നീ അതൊന്നും കാണാറില്ല അല്ലേ? ദ സ്മൈൽ ഓൺ ഹെർ ഫേസ് യു ഡോണ്ട് സീ. അവളുടെ മുഖത്തെ ചിരി നിങ്ങൾ ഒരിക്കലും കാണാറില്ല. യു ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് മീ. നിങ്ങൾ അപ്പോഴും എന്നെ നോക്കുന്ന തിരക്കിലായിരിക്കും എന്നാണ് വീൽ ചെയർ നമ്മളോട് പറയുന്നത്. ഹലോ ഐ ആം എ വീൽ ചെയർ ആൻഡ് ഐ ആം സ്റ്റിയർഡ് ബൈ ബെക്കി. വീണ്ടും വീൽ ചെയർ പറയാണ്, ഞാനൊരു വീൽ ചെയറാണ്, എന്നെ നയിക്കുന്നത് ബെക്കി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. എ ഗേൾ ഹു വുഡ് സോ മച്ച് റാദർ ബി ക്ലൈംബിങ് എ ടോൾ ട്രീ. അവൾ പലപ്പോഴും ഒരു മരം കയറുന്നതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. അതിനെപ്പറ്റി അവൾ ചിന്തിച്ച് സന്തോഷിക്കാറുണ്ട്. സോ വെൻ യു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ലുക്ക് ക്ലോസർ ആൻഡ് യു വിൽ സീ. Without her, what would I be? Parked in a garage, that's where watching you climb a tree. So when you meet my best friend, look closer, you will see. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ, എൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ടായ പെൺകുട്ടിയെ കാണുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. Without her, what would I be? അവളില്ലാതെ ഞാൻ എവിടെയായിരിക്കും, ഞാൻ എന്തായിരിക്കും? പാർക്ക്ഡ് ഇൻ എ ഗാരേജ്, ദാറ്റ്സ് വേർ വാച്ചിങ് യു ക്ലൈംബ് എ ട്രീ. എന്നെ ചിലപ്പോൾ ഒരു ഗാരേജിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരിക്കും, അവിടെ എന്നെ നിർത്തിയിട്ടിരിക്കുകയായിരിക്കും. ദാറ്റ്സ് വേർ വാച്ചിങ് യു ക്ലൈംബ് എ ട്രീ. ഞാൻ അവിടെ ഇരുന്ന് നിങ്ങൾ മരം കയറുന്നതും മറ്റും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. When you see me and Becky, there's one thing you don't see.
നിങ്ങൾ എന്നെയും ബെക്കിയെയും കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കാണില്ല. എന്താണത്? ഐ കുഡിൻ മൂവ് വിത്തൗട്ട് ഹെർ ആൻഡ് എനി മോർ ദാൻ ഷീ കുഡ് മൂവ് വിത്തൗട്ട് മീ. ഞാനില്ലാതെ അവൾക്ക് നീങ്ങാൻ കഴിയില്ല, അതുപോലെ തന്നെ അവളില്ലാതെ എനിക്കും നീങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? ഈ പെൺകുട്ടിയും വീൽ ചെയറും തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണ്, ആശ്രയിക്കുകയാണ്. മാത്രമല്ല ഈ പോയത്തിലൂടെ സാറ ഇസ്മയിൽ എന്ന് പറയുന്ന കവി നമ്മളോട് ഒരു വീൽ ചെയറും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു അടുപ്പത്തെ പറ്റിയാണ് ഇവിടെ ഈ പോയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ പോയം ആരാ എഴുതിയത്? സാറ ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു പോയറ്റാണ് ഈ പോയം എഴുതിയത്. സാറ ഇസ്മയിൽ ഈസ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പോയറ്റ്, journalist, blogger living in the UK. She runs Same Difference, a disability issues website. അപ്പോൾ സാറ ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പോയറ്റാണ് ഹു ലിവ്സ് ഇൻ UK. ഡിസബിലിറ്റി ഇഷ്യൂസിനെ പറ്റിയുള്ള ഒരു വെബ്സൈറ്റ് ആയ സെയിം ഡിഫറൻസ് എന്നൊരു വെബ്സൈറ്റും ഈ സാറ ഇസ്മയിലിൻ്റെതായിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ആരാണ് സ്പീക്കർ? ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് ബെക്കീസ് വീൽ ചെയർ. വാട്ട് ഡസ് ബെക്കി ഡ്രീം ഓഫ് ഡൂയിങ് ആസ് ഷീ മൂവ്സ് ഓൺ ഹെർ വീൽ ചെയർ ഡൗൺ ദ സ്ട്രീറ്റ്? വാട്ട് ഡസ് ബെക്കി ഡ്രീം? ബെക്കി ഡ്രീംസ് ഓഫ് സ്റ്റാൻഡിങ് ഓൺ ഹെർ ഫീറ്റ്. People don't notice Becky's smile. Why? People don't notice Becky's smile because they are too busy looking at the wheelchair. What does the poet mean by saying, I couldn't move without her any more than she could move without me? What does the poet mean? The poet means that they depend each other for movement. Where would the wheelchair be without Becky? The wheelchair would be parked in the garage. Can you identify the lines that show Becky's desire for independence? The lines are, a girl who would so much rather be climbing a tall tree. ഇനി അടുത്തത് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി 1, റീഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബെക്കി ആൻഡ് ദ വീൽ ചെയർ ഗിവൺ ബിലോ. Given below are the characteristics of Becky and wheelchair. Read those characteristics. Characteristics എന്ന് പറഞ്ഞാൽ എന്താ? സവിശേഷതകൾ. ബെക്കിയുടെയും വീൽ ചെയറുടെയും ഡിഫറെൻറ്റ് സവിശേഷതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. Now pick out the characteristics of each one and write them in sentences. അങ്ങനെ ബെക്കിയുടെയും വീൽ ചെയറുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഓരോന്നായിട്ട് ആ കോളത്തിൽ എഴുതുക. ബെക്കിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഈ ലെഫ്റ്റ് സൈഡിലെ കോളത്തിലും വീൽ ചെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം റൈറ്റ് സൈഡിലെ കോളത്തിലും എഴുതുക. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബെക്കി ഡ്രീംസ് ഓഫ് ക്ലൈംബിംഗ് ട്രീസ്. മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ്? ബെക്കി ഫേസസ് ചലഞ്ചസ് വിത്ത് കറേജ്. ബെക്കി ലവ്സ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. ഇനി അടുത്തത് വീൽ ചെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വീൽ ചെയർ എനേബിൾസ് ഈസി സ്റ്റിയറിംഗ്. വീൽ ചെയർ ഗോസ് സ്മൂത്ത്ലി ഓവർ ഡിഫറെൻറ്റ് ടെറൈൻസ്. വീൽ ചെയർ നീഡ്സ് എ പേഴ്സൺ ടു ഓപ്പറേറ്റ്. ഇതാണ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്ത ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഗിവൺ പിക്ചേഴ്സ് കെയർഫുള്ളി. ലുക്ക് അറ്റ് ദ ഗിവൺ പിക്ചേഴ്സ്. പിക്ചർ എ ആൻഡ് പിക്ചർ ബി.
What do you see in picture B instead of steps in picture A? What do you see? What is the difference? Instead of steps in picture A, in picture B, I see a ram. We can see a ram there in picture B instead of steps. The next question, how is ram helpful for differently abled person? How is ram helpful? The ram helps a differently abled person to go up and down on his wheelchair. It makes it easy for the disabled person to go up and down instead of climbing steps. Then can you suggest 3 ways to make your school more comfortable for differently abled children? Suggest 3 ways for differently abled children. The school should provide comfortable places for the disabled. The school should provide ramps. The school should include them in doing capable things. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്. ഇനി 2 ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. അത് പ്രാക്ടിക്കൽ വർക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വീണ്ടും കണ്ട് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.